വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുക. Thank the Lord for all the pastors and all the people who are here in this congregation. ഓരോ പ്രാവശ്യവും ഞാൻ പലപ്പോഴും പറയാറുള്ള, ദൈവസന്നിധിയിൽ നമ്മൾ കൂടി വരുമ്പോൾ കർത്താവുമായി എന്തുമാത്രം അടുത്തു എന്ന് പരിശോധിക്കുന്ന സമയങ്ങളാകണം. Each time when we come to the congregation, we will be asking to the Lord how close we are with the Lord. ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് ചെല്ലണം. So we should come to the Lord. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So Pastor wants to come to the topic that Pastor was taking in the last few days. എത്ര പേർക്ക് ഓർമ്മയുണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന്? How many of you remember the topic that we were learning in the last month? എന്തിനാണ് ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വചനം തന്നത് എന്ന ആ ഒരു വിഷയത്തെ ആധാരമാക്കിയാണ് നമ്മൾ കുറേ നാളുകൾ പഠിച്ചുകൊണ്ടിരുന്നത്. The topic was why we have the word of God in our hand. ദൈവത്തിൻ്റെ വചനത്തിലുടനീളമുണ്ട് അതിനർത്ഥം അല്ലെങ്കിൽ അതിന് ഉത്തരമുണ്ടെങ്കിലും നമ്മൾ ഒരു പുസ്തകത്തെ ഒരു ലേഖനത്തെ ആധാരമാക്കിയാണ് അത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. The answer for that question is throughout the word of the God, but we were looking at one of the books from the Bible. ഏതാന്ന് ഓർമ്മയുണ്ടോ? 1 യോഹന്നാൻ. അതേൽ ഓർമ്മയുള്ളതിന് ദൈവത്തിന് സ്തോത്രം. And we were learning from 1 John. അതിൽ നിന്ന് 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 5 അല്ല, 4 പറഞ്ഞു, 5ാമത്തെ ഇന്ന് പറയുകയാണ്. So we told about 5 key things and Pastor wants to explain about the 5th one. ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിവൈൻഡ് ചെയ്യുവാനായി ഞാൻ ആ കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറയുക. Pastor wants to remind all the 4 topics that we have covered in the past 4 months. എന്തിനാണ് ദൈവം തന്റെ വചനം നമുക്ക് നൽകി തന്നത്? Why God had given us the word of God. ഒന്നാമത് നാം പഠിച്ചു ദൈവവുമായി കൂട്ടായ്മ ബന്ധത്തിൽ ഏർപ്പെടുവാൻ. The first reason was because we want to have the fellowship with the Lord. ദൈവത്തിന്റെ വചനം നമുക്ക് നൽകി തന്നത് ദൈവവുമായി കൂട്ടായ്മ ബന്ധത്തിൽ ഏർപ്പെടുവാനാണ്. We have the word of God with us so that we can have the fellowship with the Lord. രണ്ടാമത് നാം പഠിച്ചത് അല്ലെങ്കിൽ രണ്ടാമത് ഹല്ലേലൂയ എന്തിനാണെന്നുള്ളത് നമ്മുടെ സമാധാനം സന്തോഷം പൂർണ്ണമാകുവാൻ. The second reason for having the word of God is so that we can have the fullness of joy. ആ സന്തോഷം, ലോകം തരാത്ത സന്തോഷം നമ്മൾ ഉൾക്കൊള്ളുവാൻ, നമ്മൾ അത് പൂർണ്ണമാകുവാനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. So the joy that you can't get from the world, to have that fullness of joy, we need to have the word of God. മൂന്നാമത് നമ്മൾ പഠിച്ച വിഷയം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിപ്പാൻ. The third reason was we are having the word of God so that we won't do sin. ഇതെല്ലാം 1 യോഹന്നാനിൽ നിന്നാണ് നാം പഠിച്ചിരുന്നത്. And all these points we have seen from 1 John. നാലാമത് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നാലാമതായുള്ള വിഷയം എന്ന് പറയുന്നത് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് എഴുതുന്നു എന്നാണ് പറഞ്ഞത്. So the fourth reason why we have the word of God is so that we won't get deceived. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത്. നമ്മളെ തെറ്റിക്കുന്നവർ അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട്. Because we have quite a few people around us who can take you in a wrong way. പിശാച് ഇപ്പൊ സഭയ്ക്ക് പുറത്തല്ല നിൽക്കുന്നത്. പണ്ടൊക്കെ സഭയ്ക്ക് പുറത്തായിരുന്നു, ഇപ്പൊ പിശാച് അകത്താ. In the earlier days, Satan used to stand outside the church, but these days Satan is inside the church. ഞാൻ അനേക ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു. We have gone through many examples in the past few weeks. മറ്റൊരു സുവിശേഷവും മറ്റൊരു യേശുവിനെയും പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നും ഞാൻ ഓർപ്പിച്ചു. We are in a world where you hear about or preach about another gospel and another Jesus. ആ വിഷയത്തിൽ ഒരുപാട് എനിക്ക് നിൽക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ അവസാന വിഷയം കൂടെ തീർത്ത് ആ വിഷയം ആ ടോപ്പിക്ക് തന്നെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുക. Pastor wants to close that topic today by meditating on the fifth reason. അത് 5ാമത്തെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ 5ാം അധ്യായം 1 യോഹന്നാൻ അതിൻ്റെ 5ാം അധ്യായം 5ാം വാക്യം. The fifth reason you can see in the chapter 5 verse 5. Yes, 13ാം വാക്യം. Sorry. എന്തിനാണ് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്? Why we have the word of the Lord with us? ഇവിടെ പറയുന്നു നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. So that you should know that you have eternal life. Praise the Lord. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന്?
How many of you believe that you have an eternal life? ഒന്ന് കൈവക്കിയാൽ. ഇല്ലെങ്കിൽ ദൈവവചനം പറയണം നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. What Word of God says that you have an eternal life. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ചെയ്യുന്നത്. Through the Word of God, what you are actually receiving is that eternal life. ഇന്ന് പകൽ കേട്ട ദൈവവചനവും അതൊക്കെ തന്നെയാണ്. And what we have heard earlier was also something similar to എന്നെ it. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ നിത്യജീവനാണ്. The one that differentiates you from the worldly people is only one thing, that is your eternal life. അവിടെ ആസാഫിനുണ്ടായ വിഷമം എന്ന് പറയുന്നത് എൻ്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട് എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെ ദൈവത്തെ ആരാധിക്കുക ദുഷ്ടന്മാരായിരിക്കുന്ന അവർക്ക് എത്ര അനുഗ്രഹങ്ങൾ എത്ര നന്മകളും ദൈവം കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ആസാഫിന് അവിടെ ഉണ്ടായത്. What we have heard earlier, that why Asaph was jealous about it, although he knows the Lord, he wasn't getting the same kind of blessings or prosperity that the wicked people in the world was having. ഞാൻ ഇതെല്ലാം വിട്ടിറങ്ങി ദൈവസന്നിധിയിൽ വന്നിട്ട് ഹല്ലേലൂയ നിന്ദയും പരിഹാസവും അല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന നമ്മളിൽ പലരുമുണ്ട്. We are also in the same way. We have left so many things that from the world, and we have come to the Lord, and we have in a desperate life. ഞാൻ കർത്താവിനെ ആരാധിച്ചിട്ട് ഹല്ലേലൂയ എനിക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, പക്ഷേ കർത്താവിനെ ആരാധിക്കാത്ത അനേകർ ഓരോ ദിവസം സന്തോഷത്തോടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ സൗഭാഗ്യങ്ങൾ വലുത് എന്ന് കരുതുന്ന ഹല്ലേലൂയ ആളുകൾ വിശ്വാസ ജീവിതത്തിലുണ്ട്. Even in this world, like we have a lot of believers who thinks that, okay, I am following the Jesus, but I don't get the things that normal people have in this world. പക്ഷേ അവർക്കൊന്നും കൊടുക്കാത്ത ഒരു കാര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. But we should know that we have one thing that the worldly people won't have. നിത്യജീവൻ. That is the eternal life. അതിനാണ് കർത്താവ് വന്നത്. That for that only Jesus came to this world. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുന്ന സന്ദേശങ്ങൾ ഇല്ലാതായി പോയിരിക്കുക. But in this world, like you can't hear the preaching about the eternal life. ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഓർക്കണം, എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഓർക്കണം. So each day when you get up, you should think that you should have an eternal life. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കിവിടെ ഒന്നും ഇല്ലെങ്കിലും അവിടെ കർത്താവ് തരുന്നു എന്നുള്ള വിശ്വാസമുണ്ട്. If you have that kind of faith or thinking in your mind, whatever happen in this world, you won't be bothered because you always be thinking about your eternal life. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത് കൂടുതലും നിത്യജീവനെ കുറിച്ചുള്ളതായിരുന്നു. In pastor's younger life, like he used to hear a lot about the preachings in regard to eternal life. സഭായോഗത്തിൽ പോയി കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകവും നമ്മൾ എന്താണ് നിത്യതയിൽ പ്രാപിക്കാൻ പോകുന്നതും എന്ന് കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെയാണ് എന്നും കേട്ടുകൊണ്ടിരുന്നത്. In his younger life, when he goes to the church, he normally hear about the verses from the Revelation, preaching from the Revelation and about the second coming of the Jesus. ആ സമയത്തൊക്കെ എനിക്ക് വളരെ വിഷമം തോന്നുമായിരുന്നു. That time pastor used to feel sad about it. കർത്താവ് നാളെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ വിടണമല്ലോ. So if Jesus comes tomorrow, he has to leave the friends. ഓരോ രാത്രിയിൽ ഞാൻ വിശ്വാസിയൊന്നുമല്ല, കുഞ്ഞു പൈതലാണ്, അന്നൊക്കെ നിങ്ങൾ കേൾക്കുന്ന വചനമാണ് ഞാൻ ഈ പറഞ്ഞത്. So pastor used to hear that kind of verse when he was in younger. കർത്താവ് വന്നു കഴിഞ്ഞ ആ ഒരു ചിന്തയായിരുന്നു ഞങ്ങൾ So ഓരോ ദിവസവും. he used to think that if Jesus comes, he has to leave his friends. അല്ല, എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സ്കൂള്, എൻ്റെതായ എൻ്റെ ഡ്രീംസ് എല്ലാം തീരുമല്ലോ എന്നുള്ള ചിന്ത ആ സമയത്തുണ്ടായിരുന്നു. So when he was young, he used to feel sad about, because if Jesus comes that time, he has to leave his friends and his all happiness what is here in this world. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Did anyone had that kind of feeling? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് കേട്ടിട്ട് വേണ്ടേ അല്ലേ? നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇല്ല. Because these days you won't hear such kind of preaching about the eternity. ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ, അല്ല ഈ സമയം കഴിയുമ്പോൾ കർത്താവ് വന്നാൽ പോകാൻ എത്ര പേർ റെഡി ആയിരിക്കുന്നു? How many of you are ready if the Lord comes in the next moment? അല്ലേ? നമ്മൾ പറയും പ്രൈസ് ദി ലോർഡ്, പക്ഷെ ഒന്ന് ചിന്തിക്കും, ഞാൻ വാങ്ങിച്ച ഭവനം UK എങ്ങനെയായിരിക്കും, അത് ഇട്ടേച്ച് പോകണമല്ലോ. But it's easy to say, but sometimes you may think that, okay, you have a big good house in UK, how you can leave that house and go to eternity. അല്ല, എൻ്റെ പിള്ളേരുടെ ഭാവി എന്താവും? So what will happen to my kids' future? നമ്മളെല്ലാം മരണത്തെ പേടിക്കുന്നവരാ. We all think about all those things. അല്ലേ? മരണത്തെ പേടിക്കുന്നവരാ. We all fear about the death. പക്ഷെ മരണത്തെ പേടിക്കരുത്. മരണം എന്ന് നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മൾ കർത്താവുമായി അടുക്കുകയാണ്. So you shouldn't be fearing about the death, because through death you are becoming closer to the Lord. പലപ്പോഴും ചില നമുക്ക് അപകടങ്ങൾ വരുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ മരണത്തിൽ നിന്നൊക്കെ വിടുകയും ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്,
അത് എനിക്ക് സംഭവിച്ചത് ഞാൻ കർത്താവിനോട് ചേരുവല്ലേ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോവല്ലേ ചെയ്യുന്നത്. Most of the time you may hear the testimonies like, okay, God had delivered me from the death. ദൈവത്തിന്റെ കൃപയാണ് ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടി തന്നിരിക്കുന്നത്. It is God's grace that you are getting your life here. പക്ഷെ എന്നെ ഒരു ദിവസത്തിന് മുമ്പ് എടുക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കില്ല വേണ്ടത്. But if the God's plan is to take you one day earlier from this life, for that you have to be happy about. കാരണം എന്താണെന്നറിയാം, നമ്മൾ അതിനെ പേടിക്കുന്നതിന്റെ കാരണം അത്രേ ഉള്ളൂ, എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. If you are fearing about your death, the reason is you don't have that vision about the eternity. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, നിങ്ങൾ നിത്യതയിൽ പ്രവേശിക്കുക. നിങ്ങളുടെ ജീവൻ ഇവിടുന്ന് തീരുന്നതല്ല. But the word of God says that you have an eternal life. After your death you will be entering into the eternity. നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് മരിച്ച് മണ്ണടിയുന്നതല്ല. Your life is not something that gets finished when you go to the death. അതിനും അപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. But word of God teaches us is that there is a life even after your death. ഈ ഒരു വചനത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ മനുഷ്യന്റെ ഹല്ലേലൂയ മരണാന്തര ജീവിതത്തെക്കുറിച്ച്. Only through the word of God you can hear such kind of promise that you have a life after death. വേറെ ഒരു പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. No other book was telling about the life after death. മറ്റു പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് നീ നന്മ ചെയ്താൽ പിന്നെ നല്ലൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജീവിയായിട്ട് ജനിക്കുമെന്നാ. There might be other books which will teach you that after the death, if you do good things, you may get another birth, which is good. അല്ല, നിന്റെ റീസൈക്കിൾ ബർത്തിനെ കുറിച്ചാണ് മറ്റു ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. It says about the another birth after your death. മറ്റു ഗ്രന്ഥങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല എന്താണ് മനുഷ്യൻ അത് കഴിഞ്ഞു പോകുന്നതെന്ന്. But that doesn't give you enough information of what kind of life that will be. ഈ ഒരു പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ നിന്റെ ഡെസ്റ്റിനി എന്താണെന്ന് ഹല്ലേലൂയ ദൈവവചനം ഓർപ്പിക്കുന്നത്. But only in the Bible you can see what will be your destiny. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് എന്താണ് നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. So here it is written so that you will know that you have an eternal life. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. You have an eternal life. അത് എപ്പോഴും നമ്മൾ ഓർമ്മയിലിരിക്കണം. And you should be always thinking about it. ആ നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തിലായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദിവസവും ജീവിക്കേണ്ടത്. Each Christian should be living on that kind of vision that you have an eternal life. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് തന്റെ സന്ദേശങ്ങൾ മുഴുവനും നിത്യതയെക്കുറിച്ചായിരുന്നു. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. When Jesus came for the public ministry, he was always preaching about the eternal life. ഈ ലോകത്തിലുള്ളതിനെ കുറിച്ചൊന്നും പ്രസംഗിച്ചിട്ടില്ല. Jesus never preached about what happens in this world. ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു But പ്രസംഗിച്ചത്. he was always preaching about the kingdom of God. അല്ലേ, എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് പ്രസംഗിച്ചത്? Did you anywhere see that Jesus was preaching about the worldly things? അതുപോലെ തന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൈമാറിയതും ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളല്ല. Even what he has told the disciples also not about the things that happens in this world. അവരും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. Because they had to preach about the kingdom of God. പക്ഷെ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് ഇവിടെ എങ്ങനെ സെറ്റിൽ ആകാം എന്നുള്ളതാണ്. But today's preachings, you may notice that they are preaching about the blessings that you can get in this world. ഇന്ന് കേൾക്കുന്ന സന്ദേശങ്ങൾ മുഴുവനും നിങ്ങൾ ഇവിടെ ഹല്ലേലൂയ ഭൂമിയിലേക്ക് നോക്കി നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കണ്ടെത്തുന്ന പ്രസംഗങ്ങളാണ്. All the messages that you hear in this Christian life today is what blessings you can get when you are in this earth. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് സഭയുടെ പോക്ക് എങ്ങോട്ടാ, എവിടെ ചെന്ന് എത്തുമെന്ന്. So many times pastor used to think where this church is leading to. നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ട സഭ ഹല്ലേലൂയ നാശത്തിലേക്കാണ് പോകുന്നത്. If you lose the vision of eternal life, that church will be going into destruction. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിത്യതയുടെ ദർശനം പോയോ നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. In your life, if you don't have the vision of eternity, you will be moving to destruction. ഓരോ ദിവസം ഓരോ നിമിഷവും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. Each moment in each day in your life, you should be preparing for your eternal life. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് അറിയണം. Because you have to realize that you are in a world where there is no vision about the eternal life. ഞാൻ പറഞ്ഞല്ലോ, എന്നെ നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിത്യതയിലേക്കുള്ള യാത്രയാണ്. Because there is only one thing that differentiate you from the worldly people, that is your ഞാൻ eternity. പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓർപ്പിച്ച് പെട്ടെന്നിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ.
Let's turn to John, book of John. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അലലിയ നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് ചിന്തിച്ച ഒരു കാര്യമാണ്. So chapter 6. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വലിയ അത്ഭുതം ചെയ്ത ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. There is a miracle you can see in chapter 6 is about the 5 loaves of bread where Jesus gave for so many people. എൻ്റെ 6-ാം അധ്യായം 27-ാം വചനം 26-27 വാക്യങ്ങളിലേക്ക് നമ്മൾ അത് വായിച്ചു കഴിഞ്ഞാൽ If you come to verse 26 and 27, അവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് എന്നെ അന്വേഷിക്കുന്നത്. so there Jesus says that you are coming here because not for the miracles, you are coming because you are fulfilled with the food that you have got. 27-ാം വാക്യത്തിൽ പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. You should not labor for the meat that will be perishable. You should look for the food that is eternal. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ചോദ്യം ഇവിടെ ഇങ്ങനെയാണ്. Pastor wants to ask one question. ഈ ആഹാരം അവിടെ കൊടുത്തത് 5 അപ്പവും 5000 പേരെ പോഷിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. So there you can see the story about the 5 loaves of bread. ഈ ആഹാരം കൊടുത്തത് ആരാ? Who had given that bread? ആരാണ് കൊടുത്തത്? Who gave the bread? ആരാ കൊടുത്തത്? കർത്താവല്ലേ കൊടുത്തേ? Is it Jesus? കർത്താവല്ലേ വാഴ്ത്തി കൊടുത്തേ? തലേ ദിവസം അവർക്ക് കൊടുത്ത ആഹാരം പിറ്റേ ദിവസം ആയപ്പോൾ ദഹിച്ചു അല്ലേ? So Jesus gave the food on the previous day. Next day they were still hungry. കർത്താവ് കൊടുത്ത ആഹാരവും ദഹിക്കും. So if Jesus also give the food, it will digest. നമുക്കറിയാം കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. We know that Jesus had done quite a few miracles. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. Jesus had raised Lazarus. ലാസർ നിത്യമായി നിന്നോ അതോ പിന്നെ മരിച്ചോ? Did Lazarus die again? കർത്താവല്ലേ ഉയർപ്പിച്ചത്, പിന്നെ നിത്യമായി നിൽക്കണ്ടേ? Jesus raised him up, so why he is dead? പിന്നെ ലാസർ മരിച്ചോ? Did Lazarus die later? മരിച്ചോ? മരിച്ചു. He died later. അത് ഫിസിക്കലായിട്ടുള്ള ജീവനായിരുന്നു അവൻ്റെ. But that is a physical death. ഇതുപോലെ കർത്താവ് അനേക കാര്യങ്ങൾ ചെയ്തു. Similarly, Jesus had done quite a few miracles. അവരെല്ലാം മരിച്ചു. They all had died. ഇവിടെ ഭക്ഷണം കൊടുത്തു, പക്ഷെ അവർക്ക് പിന്നെയും വിശന്നു. Here you can see Jesus had given them food, but they still were hungry afterwards. ഇവിടെ കർത്താവ് കൊടുത്തുകൊണ്ട് പിന്നെ വിശക്കുന്നില്ല എന്ന് എഴുതിയിട്ടില്ല. It didn't say that because they have given the food, they were not hungry again. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കാനായി കടന്നു വന്ന 5000-ൽ മേൽ പുരുഷന്മാരെന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് അവിടെ കേൾക്കാൻ വന്നത് ആദ്യം. But what is written there were people who came there were more than 5,000 men. അവിടെ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചല്ല ഈ ജനം വന്നത്. They didn't come there for the miracles. അവർ ദൈവവചനം കേൾക്കാനാണെന്ന് എഴുതിയിരിക്കുന്നത്. They came there to hear the word of the Lord. എന്ന് അവർ ദൈവവചനം കേട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നോ, അവരുടെ ഫിസിക്കൽ നീഡ്, അവരുടെ ശാരീരികമായിരിക്കുന്ന ആ നീഡ് കർത്താവ് അവിടെ ഫുൾഫിൽ ചെയ്യാണ്. When they came there and they sat there to hear the word of the Lord, but God had also fulfilled their physical need. പക്ഷേ പിറ്റേ ദിവസം അവരുടെ ദൈവവചനം കേൾക്കാനല്ല വരുന്നത്. But the next day they didn't come for the word of the Lord. പക്ഷെ അവർ തിരിച്ചു വന്നത് അപ്പം തിരഞ്ഞാണ് വന്നത്. The next day they came so that they can get bread. തലേ ദിവസം വന്ന മനോഭാവം അവർക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് മാറി. The first day, although they came for the word of the Lord, next day they came ആദ്യമൊക്കെ with നമ്മൾ a different ദൈവസന്നിധിയിൽ വരുന്നത് ഇങ്ങനെയാ. ആദ്യമൊക്കെ ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കാനായിട്ട് വരും. Same way we also in the first days we come here to hear the word of the God. കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അനുഗ്രഹങ്ങൾ ദൈവം തന്നതിനെ മാത്രം ആധാരമാക്കി ജീവിക്കുവാൻ തുടങ്ങും. After you receive some blessings from the Lord, then you will start concentrating on the blessings rather than the word of the Lord. കൊടുത്തവനെ അല്ല തന്നതാണ് പിന്നെ പ്രശ്നം. So that time you may not look at the person who gave you the blessing. കർത്താവിനെ അല്ല പിന്നെ വേണ്ടത് ആഹാരമാണ്. That time they don't want Jesus, they want the bread. അതാണ് ഇവിടെ സംഭവിച്ചത്. That's what happened here. അങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതം. That is the same way how the believers also lives in this world. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി വരാനുള്ള സ്ഥലം മാത്രമല്ല കർത്താവിൻ്റെത്. ഏത് സമയവും അവനുമായുള്ള ഒരു കൂട്ടായ്മ ബന്ധമുണ്ടാകണം. So it is not like the church is for something when you have difficult situation you have to run to. എനിക്ക് അവൻ തന്നാലും ഇല്ലെങ്കിലും അവനുമായി നല്ലൊരു കൂട്ടായ്മ ബന്ധത്തിൽ ഏർപ്പെടണം. You should have a mentality that whether God gives me or not, I will have a good fellowship with him.
പ്രൈസ് ലോർഡ്. റിലേഷൻ ആണ് ഇമ്പോർട്ടന്റ്. So the relationship is more important. പ്രൈസ് ലോർഡ്. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. That is what we can see here. അവിടെ ഹല്ലേലൂയ കർത്താവിനെ തെരഞ്ഞു വന്ന ആ ജനത്തോട് പിന്നെയും കർത്താവ് പറയുകയാണ്, So for to the multitude who came again to see the Lord, നന്മകൾ തേടി വന്ന തങ്ങളുടെ ഹല്ലേലൂയ ശരീരത്തിന് വേണ്ടുന്ന ആഹാരം തേടി വന്ന ആ ജനത്തോട് കർത്താവ് പിന്നെയും പറയുകയാണ്, so to the multitude of people who came again for the bread, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, Amen, amen, verily I say unto you, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് പിന്നെയും നിങ്ങൾ എന്നെ തിരയുന്നു. you came here not for the miracles, you came here because you had the bread. പിന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നശിച്ചു പോകുന്ന ആഹാരമാണ്. But then Lord says that the bread that you have got is a perishable one. നിങ്ങൾ ഇന്നലെ കഴിച്ചല്ലോ, ഞാനല്ല അത് തന്നത്, നശിച്ചോ? So yesterday I gave the bread, but that is perishable. നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവിടം കൊണ്ട് തീരുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. Same way all the blessings that you receive in this world, they all are perishable and they finish in this world. നിനക്ക് ഹല്ലേലൂയ ലഭിക്കുന്ന ഭവനം, നിനക്ക് ലഭിക്കുന്ന വാഹനം, നിനക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവിടം കൊണ്ട് തീരും. Whatever physical blessings you get here, home or car, whatever it is, that is going to be completed here itself. അത് ഹല്ലേലൂയ നിന്റെ ആ കല്ലറയുടെ അടുക്കൽ പോലും എത്താൻ പോലും കഴിയത്തില്ല, അവിടെ പോലും എത്തത്തില്ല. So that will just take you until only the cemetery. പക്ഷെ അത് കഴിഞ്ഞുള്ള നിന്റെ ജീവിതമുണ്ടല്ലോ, But there is a life after your death. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. And that life is very important. അതാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ് നീ പിന്നെയും എന്നെ ആരാധിക്കുന്നത്. That's why Jesus told to that multitude of people, you came here for that perishable bread. നീ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ് നീ എന്നെ അന്വേഷിക്കുന്നത്. You are come here just you seek me for that perishable food. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ വചനം വളരെ ആഴമായി കർത്താവ് പഠിപ്പിക്കുകയാണ്. So there Jesus is teaching them about the word of God. നശിച്ചു പോകാത്ത ആഹാരം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്നാണ് ആ വചനത്തിന്റെ ഉടനീളം പറയുന്നത്. So what is read there, that the unperishable food, that is only me, that is Jesus. ആരാണ് ക്രിസ്ത്യാനി? Who is Christian? ആരാണ് ക്രിസ്ത്യാനി? Who is a Christian? ക്രിസ്തു അകത്തുള്ളവൻ. The one who has Christ inside him. ക്രിസ്തു കൂടെയുള്ളവനല്ല, അകത്തുള്ളവൻ. So it is the person who has Christ inside him or abide in him. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നെ തിന്നുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെ അകത്താക്കുന്നവൻ. So that is why it is written that who is eating me. Praise the Lord. എൻ മൂലം ജീവിക്കും. The person who abide in me and he will live. അവിടെ ആ ഘട്ടങ്ങൾ, ആ വാക്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹല്ലേലൂയ പരീശന്മാരൊക്കെ ചോദിച്ചു, അന്ന് ഞങ്ങൾക്ക് മന്ന തന്നായിരുന്നെന്ന്. So that time when Pharisees heard about this, they asked, you gave us manna. അരെ മോശ ഞങ്ങൾക്ക് മന്നയൊക്കെ തന്നു. Moses had given us manna. ആ മന്ന ഒന്ന് കമ്പയർ ചെയ്യാണ് അവര്. So they were comparing with the അപ്പൊ manna. കർത്താവോടെ പറയുന്നത്, നിങ്ങൾക്ക് മോശ അല്ല മന്ന തന്നത്, So there Jesus says that Moses is not the one അത് who gave ഞാൻ you manna. തന്നെയാണ്. എന്റെ നിഴലായിരുന്നു അന്ന് മന്നയായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. So that time whatever manna you had seen, that is my shadow. ആ മന്ന തിന്ന് നിങ്ങൾ 40 വർഷം ഒരു കുറവുമില്ലാതെ ജീവിച്ചോ? And the Israelis, they ate for 40 years and they lived with that manna alone. ഒന്നിനും അല്ലല്ലേ ഒരു എന്തുവാ പറയുന്നത്, ഒരു സൗന്ദര്യവുമില്ലാത്ത, ഒരു ടേസ്റ്റുമില്ലാത്ത മന്ന. So if you look at manna, it doesn't look good and it doesn't taste good. പക്ഷെ ടേസ്റ്റ് ഉള്ള അതിന് അത് കൊത്തമ്പരി പാല പോലെ അല്ലേ, അല്ല തേനേക്കാളും മധുരമുള്ളതും അല്ലേ. But it was sweeter than honey. പിന്നെ ദോശ ചുട്ട അല്ലേ, എണ്ണ കാച്ചി ദോശ ചുട്ട പോലുള്ള ടേസ്റ്റാണ് അത്. പക്ഷേ ഭക്ഷിക്കുന്നവർക്കേ അതിന് ടേസ്റ്റ് അറിയത്തുള്ളൂ. It was sweeter and tastier than honey. അല്ലേ. ദൈവം അത്രത്തോളം അവരെ പുലർത്തി. And God had to give them for the 40 അവിടെ years. കർത്താവ് പിന്നെ പറയാണ്, ഈ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ. So that is the bread which is come from the heaven. അതുപോലെ തന്നെ ഞാനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകണം. Same way Jesus also came from heaven as bread. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ അപ്പത്തെ വചനമായിട്ടാണ് കണക്കാക്കുന്നത്. So this bread we are treating as the word of God. എന്തിനാണ് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്? Why we have this word of God? ഇതിനെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മളെ
നിത്യതയിലേക്ക് നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. So that when you eat the word of God, that will make you prepare for the ഈ eternal life. വചനമാണ് ഓരോ ദിവസവും നമ്മളെ നിത്യതയിലേക്ക് ഒരുക്കുന്നത്. And this word of God actually make you prepare for the അതാണ് eternity. കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ ഭക്ഷിപ്പീൻ, എന്നെ ഭക്ഷിപ്പീൻ. That's why Jesus says there, you eat me, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, and I am the bread of life. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല. And whoever comes to me, they never hunger. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കില്ല. And whoever believes in me, they never thirst. ഇത് നിന്റെ ഫിസിക്കൽ നീഡ് അല്ല, ഇത് നിന്റെ സ്പിരിച്വൽ മാൻ എന്നുള്ളതാണ്. And this is what he is talking about, the spiritual need, not about the physical need. പ്രൈസ് ദി ലോർഡ്. അതിന് താഴേക്ക് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. And whatever Jesus is going to give you as bread, that is himself. അത് അവിടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു അവിടെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിത്യതയിൽ എത്തണമെന്ന് എങ്ങനെയാണ്, എന്തെങ്ങനെയാണ് ചെയ്യുന്നത്. So here Jesus is actually teaching the multitude how you can reach to the eternity. നിങ്ങൾ നിത്യതയിൽ എത്തണമെങ്കിൽ എന്നെ ഭക്ഷിക്കണം. So if you have to reach to eternity, you have to eat the word of God. ലോഗോസ്, the word. അല്ലേ, യോഹന്നാന്റെ ഒന്നാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. വാക്യം ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമായിരുന്നു. ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാ? Why the word of God is given to us? ഇതാണ് നമ്മുടെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. Because this is the one which will lead to eternal life. അകത്തെ മനുഷ്യനെ, ഹല്ലേലൂയ, അകത്തെ മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ വചനം ആവശ്യമാണ്. If you need your inner man to reach to the eternal life, you need the ഈ word ഒരു of God. സത്യത്തെ പ്രസംഗിച്ചപ്പോൾ When it was preached, അനേകരെ തിരിഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. so you can see most of the people turned back. അനേകർ കർത്താവിന്റെ എതിരായെന്നാണ് അവിടെ So എഴുതിയിരിക്കുന്നത്. many people went against him. എന്തു സന്ദേശം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. When they heard that, they were not understanding it. അവരവിടെ പിറുപിറുക്കുകയാണ് ചെയ്യുന്നത്. So they started murmuring about him. ഈ ഉപദേശം ഞങ്ങൾക്ക് പറ്റത്തില്ല. And they didn't want that kind of advice. പക്ഷേ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, കർത്താവിനെ അതുവരെയും പിന്തുടർന്ന അനേകർ പിൻവാങ്ങിപ്പോയി. So many people who were following him till that time, they went back. അനേകർ പോയി. So many people went back. അത് ഹല്ലേലൂയ. അനേകർ പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 66-ാം വാക്യത്തിൽ വായിച്ചാട്ടെ. അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. So after that, so many disciples went back. അവന്റെ കൂടെ സഞ്ചരിച്ചുമില്ല. And they didn't walk with him anymore. അപ്പോഴേ ഹല്ലേലൂയ കർത്താവ് തന്റെ 12 നോക്കി. 12 ശിഷ്യന്മാരുണ്ടല്ലോ. Then he looked at his 12 disciples. അവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. So then Jesus asked them, if you also want to go, you can go. നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നാ ചോദിച്ചത്. So Jesus asked them whether you also want to go back. അവര് പോയി. They all went back. ഇതുവരെ എന്റെ കൂടെ നിന്നവർ പോയി. All the people who were with me, they went back. 12 പേരെ നോക്കി കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? Then he looked at the 12 disciples, asked them whether you also want to go back. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞ എന്താണെന്നറിയാമോ? So then the disciples replied, കർത്താവേ, നീ ഞങ്ങൾക്ക് 3.5 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാ അത്ഭുതങ്ങൾ കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും ഇച്ചിരിയൊക്കെ അല്പമൊക്കെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണെന്നാണ് പറഞ്ഞേ. When the disciples heard that, they didn't say that we were with you for last 3.5 years, we got some miracles. അവർ ഭൗതിക നന്മകളൊന്നും പറഞ്ഞില്ല. But they didn't say anything about the physical blessings. അപ്പോൾ ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? So then Simon Peter actually asked Jesus, whom to we will go? തിരിച്ചു പോയാൽ ചിലപ്പോൾ ബോട്ട് അവിടെ കിടക്കും. അങ്ങനെ പുള്ളി പോയതാ. So if you go back, there will be boat and they have to go back to a fisherman job. ബിസിനസ് ചെയ്യാൻ പറ്റും. They can go back to their fisherman job. വിട്ടു പോയതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ പണിയൊക്കെ പിന്നെയും ചെയ്ത് പോയിട്ട് തിരിച്ച് പിന്നെയും വിളിച്ചോണ്ട് വന്നതാ പുള്ളി. They can go back and start their own job. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശീമോൻ പറയുകയാണ്, നിത്യജീവന്റെ വചനം. That time Simon Peter is talking about the eternal life. ഈ 12 പേർക്ക് മാത്രമേ നിത്യജീവന്റെ വചനം മനസ്സിലായുള്ളൂ. So only for these 12 disciples, they understood the eternal life. അവർ പറയാണ്, ഞങ്ങൾക്ക് എവിടെ പോകാനാ കഴിയുന്നത്?
They are, വേറെ എങ്ങും പോയാൽ കിട്ടാത്ത ഒരു കാര്യം നിന്റെ അടുക്കലുണ്ട്. the 12 disciples saying that we can't get that eternal life when if we go വേറെ to somewhere എവിടെയെങ്കിലും else. പോയാൽ ഒരു നേരത്തെ ആഹാരം കിട്ടും, ഒരു നേരത്തെ കിടക്കാൻ കഴിയും. പക്ഷേ വേറെ എങ്ങും പോയാൽ കിട്ടാത്ത ഒരു കാര്യം കർത്താവേ നിന്റെ കയ്യിലുണ്ട്. അതാണ് നിത്യജീവൻ. If we go to other places, we may get the physical things, but what we want is the eternal life, which is only with you. Praise the Lord. അതാണ് എന്നെ നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. That is what is differentiate us from the worldly അതാണ് ഈ people. പ്രതിസന്ധിയുടെ വേളയിലും നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുന്നത്. That is why even in the difficult situation, we look at the Lord. നിത്യജീവന്റെ വചനമുള്ളത് അവന്റെ കയ്യിലാണ്. Because the word of God, which has the eternal life, അവന് is in him. മാത്രമേ നിത്യജീവനിൽ നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. Only Jesus can take us through the eternity. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എന്തിനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയത്? നിത്യജീവൻ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. So why we have the word of God? So that you can realize that you have an eternal life. അത് മറന്നു പോകരുത്. You shouldn't be forgetting that. എത്ര ഹല്ലേലൂയ നന്മകൾ ലഭിച്ചാലും ഓരോ ദിവസവും എന്നെ നിത്യതയിലേക്ക് എത്തുന്നത് ആ ഒരുക്കത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. It doesn't matter how many blessings you get in this world, but you should be thinking about your മനുഷ്യൻ eternal life. സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് ലാഭം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Whatever you get in this world, and if you lose your soul, there is nothing. ഒരു ലോകവും നേടിയിലും നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്, അത് വലിയ അനുഗ്രഹമാണ്. If you don't get anything or achieve anything in this world, but if you win your soul, that is the greatest thing. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. So, ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യജീവന്റെ ദർശനം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. so may the Lord bless you with these words. കർത്താവ് നമ്മളെ ഇതിൽ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ. കർത്താവെ, ഒരു നിമിഷം കൂടെ കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്കൊന്ന് നമ്മളെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നിത്യതയുടെ ദർശനം നഷ്ടപ്പെടാതെ ഓരോ ദിവസവും നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിപ്പാൻ, കർത്താവിൻ്റെ ഹല്ലേലൂയ വഴിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഓരോ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നൽകപ്പെട്ട നല്ല ഹല്ലേലൂയ സമയത്തിനായ സ്തോത്രം, കേൾക്കപ്പെട്ട അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. അങ്ങയുടെ വചനം എന്തിന് ഞങ്ങൾക്ക് നൽകിയെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. നിത്യജീവനുണ്ട് എന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മനസ്സിലാക്കുവാൻ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. കർത്താവ് ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ബലപ്പെടുത്തണമേ. ഒരുമിച്ച് കർത്താവ് നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം. ഇപ്പോൾ പിരിയാത്ത സാന്നിധ്യം തന്ന് കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. ഇനി കാണുമ്പോഴേയും കർത്താവ് അങ്ങയുടെ ചിറകൻ മറവിൽ ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് പരിപാലിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ.